നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഭാര്യയുടെ സ്വന്തം ചേച്ചിയാണ് വന്ദന ചേച്ചി. ആ ബന്ധം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഇനി കാര്യങ്ങൾ വന്ദനോട് അറിയണമല്ലോ. വർഷയുടെ പേരിൽ വിക്രം സാർ ആരംഭിക്കുന്ന പുതിയ കമ്പനിയുടെ പ്രാഥമിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് വിക്രം സാർ വന്നിരിക്കുന്നത്. സ്ത്രീകള് കൂട്ടിലടക്കപ്പെട്ട തരത്തില് വീട്ടിൽ തന്നെ കഴിയാൻ പാടില്ല. അവർക്കും സ്വന്തമായിട്ടൊരു ജോലി വേണം. അതുകൊണ്ടാണല്ലോ വർഷയുടെ പേരിൽ തന്നെ ഞാൻ ഈ ബിസിനസ് ആരംഭിക്കുന്നത്. അതിന് വർഷയ്ക്ക് ബിസിനസ് രംഗത്ത് പരിചയമൊന്നുമില്ലല്ലോ. പിന്നെങ്ങനെ അവള് ബിസിനസ് നടത്തുന്നേ? ആ സംശയം എനിക്കും ഇല്ലാതില്ല. ഇപ്പോഴുള്ള എന്റെ കമ്പനിയുടെ മാർക്കറ്റിംഗ് സെക്ഷനിലാണ് ഞാൻ വർഷയെ നിയമിക്കാൻ പോകുന്നത്. എന്റെ കക്ഷികളുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടാവട്ടെ, പരമാവധി എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പോഴേക്കും പുതിയ കമ്പനി ഓപ്പൺ ആവും. വർഷ പുതിയ കമ്പനിയുടെ MD ആവും. വിക്രം സാറിന്റെ പദ്ധതി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ആ വന്ദനെ, ഫാർമയുടെ ഫയലുകളൊന്നും എടുത്തോണ്ട് വരും. ശരി സർ. വക്കീലേ, വന്ദന എന്റെ അടുത്ത ബന്ധുവൊക്കെ തന്നെ. എന്നാലും എന്റെ ഡീലിങ്സ് ഒന്നും വന്ദന അറിയരുത്. എല്ലാം രഹസ്യമായിരിക്കണം. വി ഫാർമയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകൾ ഞാൻ സീക്രട്ടായി എന്റെ പേഴ്സണൽ അലമാരയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാം പരമരഹസ്യമായിരിക്കും. ഗുഡ്. സാധാ ഫയലുകൾ സ്റ്റോർ റൂമിലും. എന്നെ വിശ്വസിക്കാം. വി ഫാമിന്റെ ഫയലുകൾ നോക്കരുതെന്ന് വക്കീല് പറഞ്ഞിട്ടുള്ളതാ. എന്തൊക്കെയോ പുറം ലോകം അറിയരുതെന്ന് വാശിയുള്ള രഹസ്യങ്ങൾ ഇതിനകത്തുണ്ടാവും. അതിനെക്കുറിച്ച് വിക്രമും വക്കീലും തമ്മിൽ രഹസ്യധാരണയും ഉണ്ടാവും. ആൾക്കൂട്ടത്തിനരികിൽ വെച്ചു പോലും ആരോരും അറിയാതെ ഒരുത്തന്റെ ജീവൻ എടുക്കാൻ വിക്രം ആജ്ഞാപിക്കുന്നത് ഞാൻ കേട്ടതാ. ഇപ്പൊ വർഷയെ രംഗത്തിറക്കി ബിസിനസ് ആരംഭിക്കാൻ പോവാ. എന്തൊക്കെയോ ദുരൂഹതകൾ, പൊരുത്തക്കേടുകൾ. ഈശ്വര, നീ എന്റെ വർഷമോളെ കാത്തോളണേ. വന്ദനേച്ചിയാണല്ലോ. പാവം ജോലിക്കാരും ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്. വന്ദനേച്ചിക്ക് ജോലി കൊടുക്കാൻ വിക്രമേട്ടന് താല്പര്യമില്ലെന്ന് ഞാൻ എങ്ങനെ പറയും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.